ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നുള്ളത് റിയാദ് സൂലാണ്, മലാസിലുള്ള. ഇവിടെ നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇതുള്ളത്, നമ്മൾ താമസിക്കുന്നതിൻ്റെ. പക്ഷേ നമ്മൾ കുറേ വർഷങ്ങളായിട്ടും ഇതുവരെ വരാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് സൈഡാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് പക്ഷേ ഫ്രീ ആണ്, പക്ഷേ ബുക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു എൻട്രൻസ് സൈഡ് നമ്മൾ ഉള്ളിലോട്ട് കയറിയാൽ തന്നെ ഫസ്റ്റ് വ്യൂ ആണെന്നത് ഇതാണ്. ഇവിടെ ഒരു പോണ്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു, നല്ല പിങ്ക് കളറിലും ഒക്കെ ഉള്ളൊരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിനകത്ത് നിറച്ച് ഫ്ലെമിംഗോസ് ആണ്. അപ്പം നമുക്ക് ഞാൻ അതിൻ്റെ അടുത്തോട്ടൊക്കെ പോയി നോക്കാം. പിന്നെ ഇവിടുത്തെ വോളുകളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മീൻസ് പെയിൻറ്റിങ്ങുകളൊക്കെ കൊണ്ട് ഒരു സൂവിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ടീമുകളെല്ലാം ഇവിടെ ഉണ്ട് ഓൾറെഡി. ഇപ്പോസ് നടന്നു വരുന്നു. അതുപോലെ ഇസക്കുട്ടനൊക്കെ ഫോട്ടോ എടുക്കുന്നു. ഫ്ലെമിംഗോസ് ആണ് അവിടെ ഉള്ളത്. അകലെ ഏതോ ഒരു കങ്കാരുവിൻ്റെ ബക്കറ്റിനകത്ത് കയറി നിൽപ്പുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ജീൻസും മിന്നും ഉണ്ട് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ. ഇവരുടെ ഏകദേശം ലാസ്റ്റ് എന്താ പറയുന്നത്, സൗദിയിലെ ട്രിപ്പൊക്കെ ആയിരിക്കും. ഇവർ രണ്ടുപേരും എക്സിറ്റ് പോവാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയത്. അപ്പം നമ്മളിവിടെ വന്നപ്പം ഫ്ലെമിംഗോടെയാണ് അത് ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതുങ്ങളെല്ലാം ഉറങ്ങുന്ന ഒരു സ്റ്റൈലാണെന്ന് തോന്നുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ട്. കണ്ടോ, ഒറ്റക്കാലിൽ നിന്ന് ഉറങ്ങുന്ന ഫ്ലെമിംഗോകളാണ്. കണ്ടോ, കുറേ ഇതുങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒറ്റക്കാലിലൊക്കെയാണ് കേട്ടോ. എല്ലാം അനങ്ങാതെ നിൽപ്പുണ്ട്. നമ്മൾ ഇത്ര അടുത്ത് വന്നിട്ടും അനക്കമൊന്നുമില്ലാതെ നിൽപ്പുണ്ട്. നമ്മളെ വെൽക്കം ചെയ്യുന്ന പോലെ ഫ്ലെമിംഗോസ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിലും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പോൾ മൊത്തത്തിലൊരു വിസ്താരിച്ച് ഓരോ ഏരിയ കിടക്കുകയാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള സ്ഥലത്തോട്ട് പോകാം. എന്തൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചാൽ അതിലൊക്കെ. ഇവിടെ ഒരു ഡയറക്ഷൻസ് ഒന്നും തന്നിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടുത്തെ സീലുകളുടെ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിനകത്തോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ഏരിയയിൽ ഇവിടുത്തെ ഗ്ലാസിൻ്റെ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്, അതെ, പുറത്ത് നമ്മൾ വെച്ചിരുന്ന പോലെ തന്നെ സീലുകളുടെ ഒരു കളക്ഷനാണ്. കൊള്ളാം കേട്ടോ. ഇതിനകത്ത് ഗ്ലാസ്സിനകത്തുണ്ട്. സംഭവം വെള്ളത്തിലൊക്കെ കിടക്കുന്നു. നിങ്ങൾ എന്തുമാത്രം ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സീലുകളെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ചീറ്റകളുടെ കളക്ഷനാണ്. ഇതിനെല്ലാം ഗ്ലാസ്സിനുള്ളിലാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്നുള്ള കാഴ്ച നിന്ന് കിട്ടേക്കുന്നത്. അവിടെ 2-3 കിടപ്പുണ്ട്. 1, 2, 3, 4 ആ സൈഡിൽ പറഞ്ഞുകൊണ്ട്. നമുക്ക് ഇവരെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരെണ്ണം ഇങ്ങോട്ടിങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇവർ നിന്ന് വിളിച്ചു വരുത്തുന്നുണ്ട്. ഇവരെല്ലാം കൂടെ കൂടി നിന്ന് വിളിച്ചു വരുത്തുവാണ്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം നടന്ന് ഇവർ വിടുന്നത്. ഇവിടെ ഒന്ന് സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ. സൂപ്പർ. ഇത്ര അടുത്ത് വന്നു കേട്ടോ. ഇവര് വിളിച്ചപ്പോഴേ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കായിരുന്നു ഇവരുടെ അടുത്തിരുന്ന്. എന്റെ മോനെ അടിപൊളിയായിട്ട് ഒരെണ്ണം പോകുന്നു. ഇത് നമ്മൾ വിളിച്ചപ്പോൾ ആൾക്കാരെ കണ്ടിട്ടും അടുത്തടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അല്ലാതെ ദൂരോട്ട് മാറിപ്പോകുന്നതല്ല. അവൻ ഇവിടെ ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നല്ല വൃത്തിയിലും ആണ് സംഭവം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ചീറ്റയുടെ ഒക്കെ ഒരു സൈഡ് കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു പൻഡഗോണിയൻ മാര എന്നും പറഞ്ഞൊരു ഐറ്റമാണ് ഇവിടെ. ഇത് ഓപ്പണാണ്. നമുക്ക് ആടുകളുടെ എന്തോ ഐറ്റമൊക്കെ ആയിരിക്കും, ആടോ ഓട്ടമൊക്കെ പോലത്തെ. അപ്പോൾ അത് എഴുതി എവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഗ്ലാസ് ഒന്നുമില്ല. ഓപ്പൺ ഒരു സെറ്റപ്പാണ്. ചൂടായതുകൊണ്ടായിരിക്കണം മൊത്തത്തിലൊരു ശോകം അനുഭവപ്പെടുന്നുണ്ട്. മൃഗങ്ങൾക്കൊന്നും ഒരു ഉഷാറില്ല. പക്ഷേ എന്നാലും കാണാനും മാത്രം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ 3 ഐറ്റമാണ് ഇട്ടേക്കുന്നത്. എഴുതി വെച്ചേക്കുന്ന പ്രകാരം 3 തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. ഒരു മാനെ, പിന്നെ എന്തോ ഒരു ആടിൻ്റെ ഐറ്റം, അൽപ്പാക്ക എന്നാണ് പേര്. അങ്ങനത്തെ 3 ഐറ്റത്തിനെ ഒരുമിച്ചാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുങ്ങളൊന്നും അടിയൊന്നും ഉണ്ടാക്കാതെ നടക്കുന്നുണ്ട്. ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് മുതലയുടെ ഒരു ഷേപ്പിലാണ്, ബ്ലാക്ക് കളറ് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. നല്ല ക്ലീനായിട്ടുള്ള ആംബിയൻസ് ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ വോൾഫിൻ്റെ ഒരു കൂടാണ്. പക്ഷേ അതിനകത്ത് ഒരു വോൾഫിനെ കണ്ടു അങ്ങ് ലോങ് ഡിസ്റ്റൻസിൽ അവിടെ കിടക്കുകയാണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല. വോൾഫിൻ്റെ ഒരു കവറിങ് ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വോൾഫിനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നിന്നൊരു
നമുക്കൊക്കെ പരിചയമുള്ളൊരു ഐറ്റം പൊങ്ങി വന്നു. നമ്മുടെ സ്വന്തം ആന. പക്ഷേ സൗദിയിലെ ആന ആയതുകൊണ്ടായിരിക്കണം കളറൊക്കെ ടോട്ടലി ഡിഫറെൻറ്റ്. കറുപ്പ് കളറേ അല്ല. പിള്ളേർക്കൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റത്തില്ല. ഗജരാജൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാനേ പറ്റത്തില്ല ഇതിനെ കാണിച്ചിട്ട്. എന്നാലും സൗദിയിലുള്ളതിൽ ഒരു നല്ലൊരു ആന. ഇവിടത്തെ ഉണ്ടോ, ഇതാണ് ആന. ഇതാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ. നല്ല ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരെണ്ണേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഒറ്റ ആനയെ ഉള്ളെന്ന് തോന്നുന്നു. വേറെ നമുക്കൊന്നും കാണാനില്ല. അതും പാവം വല്ലാത്തൊരു ആന കേട്ടോ. കണ്ടിട്ട് സങ്കടം തോന്നുന്നു. ഒന്നാമത്തെ കാര്യം നമ്മൾ നാട്ടിൽ നിന്ന് കണ്ടിട്ട് വന്നുകൊണ്ടായിരിക്കാം. ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ ബെറ്റർ ആയിട്ട് തോന്നാം. ഇങ്ങനെ ആനയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പതുക്കെ നടക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് അതിനകത്തൊക്കെ സുഖമായിട്ട് നടന്നു നീങ്ങാം. വലിയ ചൂടുമില്ല, തണുപ്പുമില്ല, നല്ല കാറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നടന്നാലും വലിയ ക്ഷീണം വരത്തില്ല. ആൾക്കാരൊന്നും അധികം ഇല്ല കേട്ടോ. ഞങ്ങൾ വന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് ഒരു 3-4 ഫാമിലിയൊക്കെ കയറിയിട്ടുണ്ട്. ഇവിടെ അപ്പം ഈ ആഫ്രിക്കൻ എലഫൻ്റ് എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ ആനേനെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ അഗോട്ടി എന്ന് പറഞ്ഞൊരു ഐറ്റം, അത് അണ്ണാനാണെന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കാം എന്താണെന്ന് നമുക്കറിയത്തില്ല. യൂറോപ്പിൽ നിന്നുള്ളൊരു ഐറ്റമാണ് എഴുതി വെച്ചേക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ഇതെന്താണെന്ന്. ഒരു എന്താ പറയുന്നത്, നമ്മുടെ എലിയോ അണ്ണാനോ അതിൻ്റെയൊക്കെ ഒരു സംഭവം. ആനയുടെ കൂടുള്ളതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആന അവിടെ നിന്ന് പുറത്തോട്ടൊന്നും വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അതിനകത്ത് തന്നെ ആണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇവിടോട്ടൊക്കെ ഇറക്കുമായിരിക്കും. ആഫ്രിക്കൻ ആനയാണ്, നമ്മുടെ നാടൻ ആനയല്ല. നാടൻ അല്ലെങ്കിൽ ഇന്ത്യൻ ആനയൊന്നുമല്ല, ആഫ്രിക്കൻ ആനയാണ്. അത് കഴിഞ്ഞ് ആനേനെയൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ വരുന്നത് മാനാണ്. മാനുകളുടെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട്. അതും ഓപ്പൺ സ്പേസിലാണ് ഇട്ടേക്കുന്നത്, ഗ്ലാസ് ഒന്നുമില്ല. ആക്സിസ് ഡിയർ അത് വന്നേക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്നുള്ള ഐറ്റമാണ്. അപ്പോൾ അത് ഇതിനകത്ത് കുറേ ഉണ്ട്. നല്ല മാനുകളാണ് കേട്ടോ. ഇതൊക്കെ നല്ല മാനുകളാണ്, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതാണ് മാനുകളുടെ ഒരു കൂട്ടം, കുറച്ചുണ്ട്. നമ്മളന്ന് മറ്റേ വൈൽഡ് ലൈഫ് നൂറ വൈൽഡ് ലൈഫിൽ പോയതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ ഓപ്പണും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു മാനുകളുടെ കൂട്ട്, വെള്ള കളറിലുള്ള മാനുകളാണ് ഇവിടെ. ഇതുങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത്ര അടുത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ കുറച്ചുകൂടെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മാനുകളുടെയൊക്കെ ഒരു കളക്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് ബിയേഴ്സ് എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്ത് നല്ലൊരു ഗുഹ പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തായിരിക്കും നമ്മുടെ ബിയേഴ്സ് ഉള്ളത്. നമുക്കപ്പോൾ ഇതിനകത്തോട്ട് പോയി നോക്കാം. ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ നിറച്ച ആൾക്കാർ വന്ന് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാര്യമായിട്ട് കാണാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് വെച്ചേക്കാണ്. ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇവിടെ തൊട്ടടുത്ത് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. തൊട്ടടുത്ത് വന്നൊരു ബിയർ നിൽപ്പുണ്ട്. സാധനം കൊള്ളാം. അവിടെ അത്രയും അടുത്ത് വന്നു കേട്ടോ. ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് അത്രയും അടുത്തോട്ട് വന്നിട്ടുണ്ടത്. നമുക്ക് പല ടൈപ്പിലുള്ള, എനിക്കൊന്ന് 3 ടൈപ്പിലുള്ള ബിയറായിരുന്നു. മുമ്പ് നമ്മൾ കണ്ടതൊരു ചെറിയ ടൈപ്പായിരുന്നു. പിന്നത്തെ ഇവിടെ നമ്മൾ അടുത്തന്നെ കാണാൻ കയറുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. താഴെ കൂടെ വെള്ളമൊക്കെ ആയിട്ട്. വലിയ പേടിയൊന്നും വരത്തില്ല. പിന്നെ ഇതിനകത്താണ് നമ്മുടെ വേറൊരു ടൈപ്പിലുണ്ട്. ഇത് കുറച്ച് വലുതാണ് കേട്ടോ, സംഭവം വലുതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല സെറ്റപ്പാണ്. നമ്മുടെ കരടിയുടെ കൂടിൻ്റെ ഒരു ഓപ്പൺ ഏരിയയും ഉണ്ട് ഇവിടെ. നമ്മൾ അപ്പുറം വഴി വന്നപ്പോൾ ഗ്ലാസിൻ്റെ ഒരു ഏരിയ കൂടെ ആയിരുന്നു. ഇവിടെ നമുക്ക് ഓപ്പൺ സ്പേസിലൂടെ നമുക്ക് കാണാം. പക്ഷേ അവിടെ കിടക്കുന്ന ഒരെണ്ണം അവൻ അനങ്ങുന്ന പോലും ഇല്ല. ഉറക്കമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കാരണം കാര്യമായിട്ട് വിളിക്കുന്നുണ്ട്, എന്നിട്ട് അനങ്ങുന്നില്ല. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇവിടെ ജിറാഫിൻ്റെ ഒരു നല്ലൊരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നടക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫുഡിൻ്റെയും കിസോക്കുകൾ, അതുപോലെ തന്നെ ആനിമൽസിനുള്ള ഫുഡിൻ്റെ കിസോക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നോമ്പ് ടൈം ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇവിടെയും കുറച്ച് മാനുകളുടെ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം കണ്ടു, നല്ല രസമുണ്ട്. നടന്ന് കാണാൻ മാത്രമുള്ള. തണുപ്പ് സമയത്ത് വരണം, തണുപ്പ് ഒത്തിരി ആകരുത്, എന്നാൽ ഒത്തിരി ചൂടാകാത്ത സമയത്താണെങ്കിൽ നമുക്ക് പതുക്കെ സമാധാനത്തോടെ നടന്ന് കണ്ട് പോരാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇതും ചീറ്റയുടെയോ അല്ലെങ്കിൽ പുലിയുടെയോ ഉള്ളത് എന്താണ്, ഒരു 2 എണ്ണം ഇതിനകത്തൂടെ നടക്കുന്നുണ്ട്. ഇത് സെർവിയൽ ക്യാറ്റ് എന്നും പറഞ്ഞിട്ടൊരു ഐറ്റം. ഇത് മറ്റേ മൗഗ്ലിക്കകത്തൊക്കെ ഉള്ള ഒരു
വില്ലൻ കഥാപാത്രം ഉണ്ടല്ലോ, ആ ഐറ്റം ആണെന്ന് തോന്നുന്നു. ഇവിടെ 2 എണ്ണം ഉണ്ട്, സെർവിയൽ ക്യാറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇതേ നടക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു പൂച്ചയുടെ ഒരു ലുക്കും അതുപോലെ ഒപ്പം തന്നെ ഒരു കടുവയുടെ ഒരു ഷേപ്പും ഒക്കെ ആയിട്ട് കണ്ടോ, 2 എണ്ണത്തിനെ കണ്ടോ നിങ്ങൾ? ഇതാണ് അതിൻ്റെ സംഭവം. നമ്മൾ നടന്നൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ ജിറാഫുകളുടെ ഒരു ഏരിയ ആണ്. ജിറാഫുകളുടെ മാത്രമുള്ള അവിടെ നമുക്ക് ഓപ്പൺ സ്പേസിൽ ജിറാഫിനെ കാണാം. അവരെല്ലാവരും ഇവിടെ നിന്ന് നോക്കുന്നു. നമുക്ക് മുന്നേ കയറിയ ആ ഗസ്റ്റും ഒക്കെ ഇവിടെ തന്നെയാണ് ഏരിയ ഏകദേശം ഉള്ളത്. ജിറാഫ് ഉണ്ട് ഇതിനകത്ത്, അതുപോലെ തന്നെ സീബ്ര ഉണ്ട്, പിന്നെ എന്തോ ഒരു മാനോ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് സീബ്രയെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ജിറാഫുണ്ട്. ജിറാഫും നല്ല ദൂരത്ത് നിൽക്കുന്നു. ഒരെണ്ണമേ ഉള്ളൂ കേട്ടോ, ഒരെണ്ണം അല്ല, 1-2 എണ്ണമൊക്കെ അതിനകത്ത് റൂമിനകത്തുണ്ട്. അങ്ങനെ അതുങ്ങളിവിടെ നിൽക്കുന്നു. വലിയ അനക്കവും ബഹളമൊന്നുമില്ല. എല്ലാവർക്കും സുഖമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ നിന്ന് തരുന്നൊരു പരുവം. പിള്ളേരുമായിട്ട് വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അത് എടുക്കേണ്ടി വരും. അപ്പം ഈസക്കുട്ടൻ നമ്മുടെ മണ്ടയ്ക്ക് ഓൾറെഡി കയറി. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂട്ടറൊക്കെ ആയിട്ട് ഇറങ്ങി, പക്ഷേ അവർ സ്കൂട്ടർ മാത്രം അകത്ത് കയറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു കടന്നു വരുവാണ്. അപ്പം പിള്ളേർക്ക് എന്താണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഇത്രയും ദൂരം നടക്കാനായിട്ടൊക്കെ. ജിറാഫിൻ്റെയൊക്കെ സൈഡിലായിട്ട് തന്നെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ജിറാഫും സീബ്രയും കൂടെ ഒരുമിച്ച് നിൽക്കുന്നൊരു മനോഹര ദൃശ്യം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്യാം. ഇതാണ് 2 ഐറ്റവും. ഇതിൻ്റെയൊക്കെ കൂട് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു കല്ല് പോലെ ഉണ്ട്. ഇതിനകത്ത് എന്തോ ഒരു ചെറിയ ചെറിയ ജീവികൾ, പക്ഷേ അവിടെ കുറേ ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ ആയിട്ട് അവന്മാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ചാടുകയെന്നൊന്നും അറിയത്തില്ല. നിങ്ങളും വെജിറ്റബിളൊക്കെയാണ് കഴിക്കുന്നത്. കുറേ ക്യാരറ്റും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പേര് നമുക്ക് പോകുന്നത് ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇതിനകത്ത് 2-3 ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ടേ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് റോക്ക് ഹൈറാക്സ് എന്താണോ ഐറ്റം, ആഫ്രിക്ക എന്നുള്ള ഐറ്റം. ഇവിടെ കൂടുതലും എനിക്ക് തോന്നുന്ന ആഫ്രിക്കൻസ് ഐറ്റംസാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ജീവികൾ. അതുപോലെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പശു പോലത്തെ ഒരു ഐറ്റം, ചെറിയ നമ്മുടെ മറ്റേതിനെക്കാട്ടിലെ കൊമ്പുണ്ട് പശുവിനെക്കാട്ടിലൊക്കെ. എന്താ ഐറ്റമാണെന്ന് എനിക്കറിയത്തില്ല. അതങ്ങനെ ഒരു ഏരിയയിൽ ഇട്ടേക്കുന്നു. ഇതൊക്കെ ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ, നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ. ഇവിടെ അതിനിടയ്ക്ക് ഇപ്പൂസിൻ്റെ മരത്തിലൊക്കെ കയറി ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ സമ്മതിച്ച് എവിടെയോ കയറിക്കും നീ. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ നമുക്ക് കങ്കാരു അരേന എന്നുള്ളൊരു ഏരിയ കിട്ടുന്നുണ്ട്. അവിടെ ഈ വല്ല സെറ്റപ്പിലൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇസക്കൂട്ടിനെ ആദ്യമേ തന്നെ മങ്കിയെ കാണാനായിട്ടാണ് പറയുന്നത്. മങ്കിയെ കാണിക്കാം കേട്ടോ. നമ്മളിനി കങ്കാരുവിനെ കണ്ടു കഴിയുമ്പം മങ്കിയുടെ അടുത്തോട്ട് പോകും. കുറേ ഉണ്ട് കേട്ടോ, ഐറ്റംസ് കുറേ ഉണ്ട്. നമ്മൾ ആടുകളുടെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ക്യാമലിൻ്റെ ഏരിയ ആണ്. പക്ഷേ സൗദിയിലായിട്ട് പോലും നല്ലൊരു ക്യാമലിനെ ഇവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പാവങ്ങൾ ഒരു 3 എണ്ണം ഉണ്ട്, 3 കളറിലുള്ള. നല്ല വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷേ കണ്ടിട്ട് ശോകം തോന്നുന്നു, പാവം. അങ്ങനെയും കാഴ്ചകളുണ്ട്. ഇത് റെഡ് കങ്കരു എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഇതുങ്ങളെല്ലാം ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും ഉറക്കത്തിലും കിടപ്പും ഒക്കെയാണ്, ക്ഷീണത്തിലാണ്. ഇവിടെ കുറേ ഉണ്ട് കിടപ്പുണ്ട് കേട്ടോ. ഇപ്പൂസൊക്കെ ഏതായാലും പേരുമൊക്കെ വായിച്ച് നടന്ന് കാണുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ. പിന്നെ ഇവിടെ കങ്കരുവിൻ്റെ ഇപ്പോഴേ തന്നെ നമ്മുടെ ഓസ്ട്രിച്ച് ആ ഒരു ടൈപ്പിലുള്ള കാണുന്നത്. ഓസ്ട്രിച്ച് അല്ല, എമു ആണ്. എമു ആണ്. കാണാമോനെ, ഇതാണ് എമു. ഇതേയുള്ളൂ, നമ്മുടെ അടുത്തൂടെ വരുന്നു. നമുക്കിവിടെ തൊട്ടടുത്തൊരു ഗൊറില്ലേനെ കാണാൻ സാധിച്ചു. ഇരിക്കുന്നുണ്ടോ, അവനിങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. കല്ലിൽ വെയിലൊക്കെ കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. വെയിൽ കൊണ്ട് കൈയൊക്കെ വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ കരയ്ക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരെണ്ണം സൈഡിലിരിപ്പുണ്ട്. നമ്മളെ കുരങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ഏരിയ, പക്ഷെ അതും ഈ പറഞ്ഞ കണക്ക് അനങ്ങാതെ ഒരു സൈഡിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതും 2 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു.
അതുങ്ങൾക്കൊക്കെ നല്ല രീതിയിലൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല സംഭവം കൊള്ളാം. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ടും പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു നല്ല സ്ഥലം. കാരണം ഒരു പാർക്കിൽ പോയിരുന്നാൽ നമുക്ക് ആനിമൽസിനൊന്നും കാണാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് ഒരു പാർക്കിൻ്റെ ഫീലുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ആനിമൽസിനെയൊക്കെ കണ്ടുപോകാം. സ്കൂട്ടറൊന്നും കയറാൻ പറ്റത്തില്ല, അതൊരു ലോസ്റ്റാണ്. റമദാൻ ടൈം ആയതുകൊണ്ടായിരിക്കത്തില്ലല്ലോ ഇപ്പം അങ്ങനത്തെ ഒന്നും കയറ്റാത്തത്. കാരണം ഇവർക്ക് ഇവിടുത്തെ അകത്തത്തെ കച്ചവടം നടക്കണ്ടേ. ഇൻസൈഡിൽ അകത്തത്തെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടായിരിക്കണം. അതൊന്നും ഒന്നും കേട്ടുന്നില്ല. അതൊരു സംഭവം. പിന്നെ ഇവിടെ ബോഗൻവില്ലയുടെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. കൊള്ളാം. നല്ലൊരു അല്ലേ ഒരു ദിവസത്തെ ഔട്ടിങ്ങിന് പറ്റിയ സ്ഥലം. റെഡിയല്ലേ? പിള്ളേർ നടക്കാൻ കൂടെ ചെയ്താൽ കുഴപ്പമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ട്. നമ്മളിങ്ങനെ കണ്ട് വരുമ്പോൾ ഇവിടെ ഇതിങ്ങനെ ജാഗ്വാറിൻ്റെ ഒക്കെ ഏരിയ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വലിയ സ്റ്റാച്ചു കിട്ടുന്നുണ്ട്. കൂട്ടി വന്നപ്പോൾ നല്ല കുരങ്ങളെ മീനു വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കിടക്കുന്നുണ്ടോ? ഇതാണ് നമുക്കൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണേ ഉള്ളോ? ബാക്കി തന്നെ വിളി, എല്ലാവരുടെയും വിളി. അത് ശരി. ഇവിടെ ഒരെണ്ണമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പറേ എണ്ണമുണ്ട്. ഇത് ഒരു ഓഞ്ഞതാണല്ലോ, ശോഷിച്ച് വരണം. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇപ്പറേ കുറേ പേരുണ്ടടി. നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നെ തേ കയറി പോന്നു. എൻ്റെ ഫോണില്ല ഫോട്ടോ എടുക്കാൻ. മേളിൽ കൂടെ ഇപ്പറയായിട്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇല്ലല്ലോ, ഇവിടെ ബ്ലോക്കാ. അതിൻ്റെ അത്രേ സൈഡേ ഉള്ളൂ. തേ പോകുന്നുണ്ടോ? അവൻ കൂവി എങ്ങോട്ടോ പോയി. അവൻ കളിക്കുക കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ ഇപ്പോസിനെ കണ്ടപ്പോഴാന്ന് കേട്ടോ കൂടി. ഇവിടെ നമ്മുടെ പുലികളുടെ ഒക്കെ ഏരിയ ആണെന്ന് തോന്നുന്നു. ബ്ലാക്ക് ലൊപ്പാഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഇതിനകത്തുണ്ടെന്ന് നോക്കാം. ഇവിടെയൊക്കെ ഗ്ലാസിൻ്റെ കേജാണ്, പക്ഷേ ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. വല്ലതും ഉണ്ടോ? ഇവരൊക്കെ എനിക്കൊന്ന് ഉറക്കത്തിലാന്ന് തോന്നുന്നു. ഇവരുടെ അകത്ത് കൂടുണ്ട്, അതിനകത്തോട്ട് പോയതുണ്ടോ. നമ്മൾ അന്വേഷിച്ചാണ് ജാഗ്വാർ. തൊട്ടടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്ലാസിനകത്തൂടെ ആണെങ്കിലും. കൊള്ളാം കേട്ടോ, സൂപ്പർ. അങ്ങ് അകത്തൊരെണ്ണം കിടപ്പുണ്ട്, ഒരെണ്ണം നമ്മുടെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജാഗ്വാർ. കണ്ടോ ഇപ്പൂസേ, ഇതാണ് ജാഗ്വാർ. നാട്ടിൽ ഇത്രയും അടുത്തൊന്നും നമുക്ക് കിട്ടത്തില്ല. കഴിഞ്ഞ് നമ്മുടെ പ്യൂമ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടല്ലോ, അതിനെ കിട്ടി. ഫുഡൊന്നും കൊടുക്കുന്നില്ലെന്ന്, ഇവർക്ക് ഫുഡൊന്നും കൊടുക്കുന്നില്ലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. പ്യൂമ ഇവിടെ കിടപ്പുണ്ട്. ഇതുകൊണ്ടല്ല, ഇതൊക്കെ ഡേഞ്ചർ ഏരിയ ആയതുകൊണ്ടായിരിക്കും. മേളിൽ കേജ് ഇട്ടിട്ടുണ്ട്, ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ നമ്മളുള്ളത് ഔൾ ഹൗസിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ ഇതിനകത്തായിരിക്കും നമ്മുടെ ഔൾസൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഒരു എൻട്രൻസ് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് കണ്ട ഔൾ ഹൗസിന് ഇൻസൈഡാണ്. കുറേ ഔൾസൊക്കെ അകത്തുണ്ട്, പക്ഷേ നമുക്ക് ക്യാമറയ്ക്കകത്ത് കിട്ടുന്നില്ല എന്താണെങ്കിലും. കാരണം ഫുള്ളി ഡാർക്ക് ആക്കിയിട്ട്, ഒരു ഡാർക്കിലാണല്ലോ ജീവിതം, അതുകൊണ്ടാണ് ഡാർക്ക് ആക്കിയിട്ട് പല പല സെക്ഷനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഇതിനകത്തും ഓരോ ടൈപ്പിലുള്ള ഔളുകളാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ മറ്റെന്തോ സംഭവങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നിനെയും ഇരുട്ടായതുകൊണ്ട് നമുക്ക് ക്യാമറയ്ക്കകത്ത് പിടിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല, ആണ് സംഭവം. ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് കിട്ടുന്നത് കുറേ കിളികളുടെയൊക്കെ ഒരു ഏരിയ ആണ്. ഇവിടെ കുറച്ച് നല്ല പച്ച കളറിലുള്ള കിളികൾ. തത്തയല്ല, തത്തയുടെ പരുവത്തിലുള്ള ഏതോ ഇനമാണ്. അങ്ങനെ അവിടെ ഉണ്ട്. നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് തത്ത തന്നെയാണ്, വലിയതാണ്. നമുക്ക് നമ്മുടെ നാടൻ തത്ത പോലെ തന്നെ നല്ല വാലും നല്ല ചുമന്ന ചുണ്ടും ഒക്കെ ആയിട്ടുള്ള തത്തകളുണ്ട്. നമ്മൾ വന്നപ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള നമ്മുടെ സ്വന്തം നാടൻ കാക്കകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം സൗദിയിലെ പുറത്തെങ്ങും നമുക്ക് കാക്കയെ കാണാൻ പറ്റത്തില്ല, പക്ഷേ ഇവിടുത്തെ സൂവിൽ നമുക്ക് കാക്കയെ കണ്ടു കിട്ടി. ഇവിടെ കിളികളുടെ അടുത്ത് തന്നെ വേറൊരു ഐറ്റം കിട്ടി. അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല, പേരൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. പക്ഷേ സംഭവം കൊള്ളാം, നല്ല തൊപ്പിയൊക്കെ ഉള്ള. വേറൊരു കൂട്ടിൽ നമുക്ക് വേറൊരു ടൈപ്പിലെ കിട്ടിയിട്ടുണ്ട്, കുരങ്ങൻ. അതിന് നല്ല വാലിനൊക്കെ നല്ല നീളമൊക്കെ ആയിട്ടുള്ളൊരു കുരങ്ങാണ്.
ഗായ്സ് ഈ എന്തോ സാധനം എന്നെ മാത്രമേ എൻ്റെ മൂക്കി കുത്തുന്നുള്ളൂ. എൻ്റെ അച്ഛൻ അമ്മേനെ ജിൻസാനെയും മിനുവാനെയും കുത്തുന്നില്ല. ദാ ഇവിടെ ഇവിടെ അത് പറഞ്ഞില്ല. ഇങ്ങനെ ഇതെല്ലാം ഒരുമാതിരി കണ്ടു. നമുക്ക് എന്താണെന്ന് വെച്ചാൽ സമയം ഒത്തിരി ലാഭമായി. നമ്മൾ വന്ന് ഒരു 10:30 ആയപ്പോൾ തന്നെ കയറിയോണ്ട് നമുക്കധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 12 മണിയായി, 2 മണിക്കൂറായി, 1-2 മണിക്കൂറായി. അപ്പം ആൾക്കാരൊക്കെ കൂടുതൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സെൻട്രലായിട്ട് തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പം നല്ല തണുപ്പുമുണ്ട്, ചൂട് അധികം ഇല്ല, കാറ്റും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് കാണാനുള്ളൊരു സൗകര്യമുണ്ട്. നമ്മുടെ ഈ വാട്ടർ ഫൗണ്ടൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ഒരു ദ അവിയറി എന്നും പറഞ്ഞുകൊണ്ടൊരു, എനിക്ക് തോന്നുന്നത് ബേഡ്സിൻ്റെയൊക്കെ ഒരു സംഭവമായിരിക്കണം, ഒരു ഓപ്പൺ എയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് പോകാം. അതിനകത്തോട്ട് പോയിട്ടായിരിക്കാം അതിൻ്റെ കാഴ്ചകളൊക്കെ ഉള്ളത്. ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മളും ആ കിളികളും ഒക്കെ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ ആണ്. ബട്ട് എക്സ്റ്റേണലി നല്ലൊരു കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തോട്ട് പോകത്തില്ല. നമുക്കിവരെയൊക്കെ അടുത്ത് കാണാം. ഇതിനകത്ത് നിൽക്കുമ്പം തന്നെ നമ്മളുടെ എന്താ പറയുന്നത്, നമ്മുടെ അടുത്തൂടെ കിളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു പോകുന്നുണ്ട്. ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. സംഭവം കൊള്ളാം, നല്ലൊരു ഫീലിംഗ് ആണ് ഇതിനകത്ത്. കിളികളുടെ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കുറേ പാമ്പുകളുടെ ഒക്കെ ഏരിയയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പാമ്പുകളുടെ എല്ലാം ക്ലോസ് ആണെന്ന് അറിയാൻ സാധിച്ചത്. അപ്പം പാമ്പുകളുടെ ഉണ്ട്, പിന്നെ അത് ക്രോക്കഡൈലിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ സൈഡിലോട്ടൊക്കെ പോയി നോക്കാം. പാമ്പുകളുടെ അവിടെ പോയപ്പോൾ നമുക്ക് അവിടെ ഒന്നും ഓപ്പൺ അല്ല എന്ന് പറഞ്ഞു. ഇവിടെ വേറെ കൂട്ടിൽ കുരങ്ങന്മാരുടെ ഏരിയ വന്നപ്പോൾ നല്ല ബഹളം. ഇവിടെ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് കളിക്കുന്നു, ചാടിക്കുന്നു, ഊഞ്ഞാലാടുന്നു, ഭയങ്കരമായ പരിപാടികൾ. നമുക്കൊരു സൈഡിൽ ഫാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ഓപ്പൺ സ്പേസാണ്, ചെറിയ ചെറിയ ഇതുമായിട്ട്. നമ്മളപ്പം എൻട്രൻസ് സൈഡിൽ തന്നെ നമുക്ക് ആമകളെ ഇട്ടേക്കുന്നു ഓപ്പണായിട്ട്. വെള്ളത്തിലാണ് നമ്മൾ ആമയെ കണ്ടേക്കുന്നതെങ്കിൽ ഇവിടെ ഡ്രൈ ആയിട്ട് ആമകൾ ഇട്ടേക്കുന്നു. ഈ ഏരിയയിലൊക്കെ ഒരുമാതിരി വലിപ്പമുള്ള ആമകളൊക്കെ ഉണ്ട്. വൃത്തിയില്ലാത്ത ആമ, അതെ. പിന്നെ ഒരു സൈഡിൽ നമ്മുടെ നാടൻ ആടുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ആടുകളുണ്ട് കേട്ടോ, വൈറ്റ് ആടുകളും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അത് കുറേ അങ്ങനത്തെ ആടുകളുണ്ട്, ഗോട്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള ആമകൾ. എൻ്റെ മോനെ സൂപ്പർ കേട്ടോ, എന്നാ വലിപ്പമല്ലേ വിസ. ഇപ്പോൾ അവനൊരു കുഞ്ഞു പോകുന്നു. ആ, നല്ല വലിപ്പത്തിലുള്ള ആമകൾ. ഇപ്പോൾ കാര്യമായിട്ട് മൂവ് ആവുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് ഒരു സൈഡിൽ കുറച്ച് വെള്ളം സെറ്റ് ചെയ്തിട്ടല്ലാതെ ഇതെല്ലാം ഓപ്പൺ സ്പേസിൽ ഡ്രൈ ആയിട്ട് ജീവിക്കുന്നതായിരിക്കും. നല്ല വലിപ്പം കേട്ടോ.
ഇന്നത്തേക്ക് ഇറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ക്രോക്കഡൈലിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ കണ്ടാൽ ഏതോ ഒരു ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൻ ഉറങ്ങുവാണ്. നമുക്ക് നല്ല സൂപ്പറായിട്ട് കിടക്കുന്നു. ബോഡി അതിൻ്റെ ഇത് കണ്ടിട്ട് തന്നെ ഭയങ്കര കട്ടിയിലുള്ള കല്ലിൻ്റെ പോലെ ഉണ്ട്. അല്ല, ഇത് ക്രോക്കഡൈലിൻ്റെ ഏരിയ ആണ്. ഇവിടെ വേറൊരെണ്ണം കിടക്കുന്നു. എല്ലാവരും 2-3 ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളും ഉണ്ട്. രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. 2 അല്ല 3-4 ഉണ്ട്. ഇതിനിടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഒരെണ്ണത്തിനെ കണ്ടുള്ളായിരുന്നു. എല്ലാവരും സ്ലീപ്പിംഗ് ടൈമാണെന്ന് തോന്നുന്നു. എല്ലാവരും അടങ്ങി നീങ്ങി കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ താഴോട്ട് പോയാൽ ഒരെണ്ണം ഇവിടെ ഇങ്ങനെ നമ്മളെ നോക്കി നിൽപ്പുണ്ട് കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ. ഇവിടെ നമുക്ക് താഴോട്ടൊരു സ്റ്റെപ്പ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാമായിരിക്കും. ഇവിടെയും ഒരെണ്ണം കിടക്കുന്നു. ഇവിടെ വാ, നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഗ്ലാസിൻ്റെ ഒരു ഏരിയ വന്നുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്നതിന് നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരെണ്ണം വെള്ളത്തിൽ കിടപ്പുണ്ട്. പക്ഷേ അതിനെ നമുക്ക് അടുത്ത് കാണാനായിട്ട് ഇങ്ങനെയുള്ള വഴി സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കാണാൻ പറ്റും. അപ്പോൾ ഇതുങ്ങൾ ഇവിടെ നമ്മുടെ അടുത്തോട്ട് വന്നാൽ രസമായിരിക്കും. ഇവിടത്തേക്ക് ഒരെണ്ണം കരയ്ക്കും കിടപ്പുണ്ട്. അതൊരെണ്ണം മൂവായി വരുന്നുണ്ട്. ചാടിക്കോ. വെള്ളത്തിലോട്ട് എല്ലാവരും കൂടെ ബഹളം വെച്ച് അവനെ ചാടിക്കാനുള്ള പരിപാടിയാണ്. ക്രോക്കഡൈലിനെയൊക്കെ ആ താഴെ കൂടെ ഒക്കെ കണ്ട് കേട്ട് ഇങ്ങനെ വരാൻ നേരത്ത് നമുക്കിവിടെ നല്ലൊരു ഫൗണ്ടൻ, നല്ല ഹൈറ്റിൽ നിന്ന് വരുന്നൊരു ഫൗണ്ടൻ കിട്ടുന്നുണ്ട്. ഇതെനിക്ക് തന്നെ രാത്രി ആകുമ്പോൾ ചിലപ്പം ലൈറ്റിങ്ങും കൂടെ കാണുമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കൊള്ളാം കേട്ടോ. നല്ലൊരു ടാങ്കിൽ നിന്ന് താഴോട്ട് വെള്ളം സ്ട്രെയിറ്റായിട്ട് പതിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം. ഞങ്ങൾ ആ ഒരു ഫൗണ്ടൻ കണ്ടെടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്ന് വന്നപ്പോഴാണ് നമ്മുടെ വൈറ്റ് ലയൺ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സ്ഥലത്തോട്ട് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റൈലായിട്ട് കുറേ വൈറ്റ് ലയനുകൾ കിടക്കുന്നത് നിങ്ങൾ കണ്ടോ? ഒരു 3-4 ഉണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. നല്ല ഗാംഭീര്യം ഒന്നും ഇല്ലെങ്കിൽ പോലും കാഴ്ചയിൽ നല്ല രസമുണ്ട്. വൈറ്റ് ലയൺ കണ്ടു കഴിഞ്ഞ് തൊട്ടി പുറത്തോട്ട് വന്നപ്പം ഇവിടെ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചത്. ഒരു ഹിപ്പോപ്പൊട്ടാമസ് കിടന്നുറങ്ങുന്നു. എൻ്റെ പൊന്നിനെ കണ്ടിട്ട് തന്നെ സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഒന്നാമത് അതിൻ്റെ ഒരു കളറും ഒക്കെ ആയിട്ട് പാവം ഒറ്റയ്ക്ക് കിടന്നുറങ്ങും. ആരും ഇല്ലെന്ന് തോന്നുന്നു, കൂട്ടും. ഇവിടെ നമുക്ക് കുറച്ച് വൈറ്റ് ടൈഗറിനെ കാണാൻ കിട്ടുന്നുണ്ട്. ഒരു 4-5 എണ്ണം ഉണ്ട്. അവർക്ക് നല്ല ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് വെള്ളം വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഗ്ലാസ് ഇട്ടേക്കുന്നതാണ് നമുക്ക് ക്യാമറയിൽ അത്ര അങ്ങോട്ട് ക്ലാരിറ്റിയിൽ കിട്ടത്തില്ല. ഇവിടെ നമുക്ക് റാക്കൂൺ എന്ന് പറയുന്നൊരു ചെറിയ ജീവി അതിവിടെ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്. സിംഹത്തിൻ്റെ കൂടിനോട് ചേർന്ന് തന്നെ ഒരു ജീപ്പ്, ഇവരുടെ ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ ജീപ്പ് പോലത്തെ പറഞ്ഞ സംഭവം ഗ്ലാസ് ഇടിച്ച് കയറ്റിയതേ പകുതി അപ്പുറയും പകുതി കൂട്ടിനകത്തും പകുതി പുറത്തുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ അകത്തോട്ട് പോയത്. അവിടുന്ന് നമ്മൾ കറങ്ങി അവിടുത്തെ ഏരിയയിലെ മൊത്തം കണ്ട് തിരിച്ച് നമുക്ക് എക്സിറ്റ് വരുന്നത് ഈ ഒരു സൈഡിൽ തന്നെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എക്സിറ്റ് എൻട്രൻസും ഉണ്ട്. നമ്മളപ്പോൾ ഇവിടെ വന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് തന്നെ പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിറ്റ് സൈഡിൻ്റെ ഇൻറ്റേർണൽ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സൂ ഒക്കെ കണ്ടു, മൊത്തത്തിൽ കണ്ടു. ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം ജിൻസും മിനും എക്സിറ്റ് പോകുന്നു. അപ്പം അവർക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ഒരു നീങ്ങി പോകുന്നു. അങ്ങനെ മൊത്തം എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പൂർണ്ണമായിട്ടും കാണുക. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിസിറ്റ് ചെയ്യുക. കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. വരിക, വിസിറ്റ് ചെയ്യുക. ബൈ ബൈ.